പ്രിയമുള്ളവരെ, നമസ്കാരം. വാസ്തവ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ആകൃതികളെക്കുറിച്ചാണ്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന 8 വിധത്തിലുള്ള ക്ഷേത്ര നിർമ്മിതികളുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ചതുരാകൃതിയാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചതുരാകൃതിയിലുള്ള നിർമ്മിതിയാണ് ആദ്യത്തേത്. രണ്ടാമതെന്ന് പറയുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ദീർഘചതുരമാണ്. നീളം കൂടി വീതി കുറഞ്ഞിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. മൂന്നെന്ന് പറയുന്നത് വൃത്താകൃതിയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുകയാണ്. 4 പറയുന്നത് ദീർഘവൃത്തമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 ഭാഗം അർദ്ധവൃത്തവും പിന്നെ ദീർഘമായി വരുന്ന ഒരു നിർമ്മിതിയാണ്. 5 പറയുന്നത് ഗജപൃഷ്ഠമാണ്. ഗജമെന്ന് പറഞ്ഞാൽ ആന. ഗജപൃഷ്ഠത്തിൽ ആനയുടെ പിൻഭാഗത്തിൻ്റെ ആകൃതി വരുന്ന ഒരു നിർമ്മിതിയാണ്. ഒരു ഭാഗം ചതുരമായിരിക്കും. അതാണ് 5ാമത്തെ ക്ഷേത്ര ആകൃതി എന്ന് പറയുന്നത്. 6 പറയുന്നത് ഷഡ്കോണാണ്. അതായത് 1, 2, 3, 4, 5, 6 കോണുകളോട് കൂടിയ ക്ഷേത്ര നിർമ്മിതിയാണ്. ഇത് കേരളത്തിൽ വളരെ സർവ്വസാധാരണമായ ഒരു നിർമ്മിതിയല്ല. പക്ഷേ എങ്കിൽ പോലും ഇത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തതെന്ന് പറയുന്നത് ഷഡ്കോണുകളാണ്. ഷഡ്കോണുകളല്ല, 8 കോണുകളാണ്. 1, 2, 3, 4, 5, 6, 7, 8 കോണുകളോട് കൂടിയ നിർമ്മിതിയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു നിർമ്മിതിയാണ് 8 കോണുകളോട് കൂടിയ ഈ ക്ഷേത്ര നിർമ്മിതി. അവസാനമായിട്ട് പറയാനുള്ളത് മുല്ലപ്പന്തൽ മാതൃകയിലുള്ള നിർമ്മിതിയാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത് ശ്രീകോവിലിൻ്റെ ഭാഗമായി വരുന്ന ഭാഗവും പുറത്ത് ഇതുപോലെ ചുറ്റുമതിലിന് സമാനമായ ഒരു നിർമ്മിതി. അങ്ങനെ 8 വിധത്തിലുള്ള ക്ഷേത്ര ആകൃതികളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ക്ഷേത്ര നിർമ്മിതികളെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം.